നമസ്കാരം. മലയാളം ഹൊറർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അനുഭവം എഴുതിയത് വിവേക്. എൻ്റെ പേര് വിവേക്. എനിക്ക് 27 വയസ്സാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് 5 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ജീവിതത്തിൽ നടന്ന ഇന്നും മറക്കാനാവാത്ത ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഇന്നും എനിക്കതറിയില്ല അതൊരു അമാനുഷിക പ്രതിഭാസമായിരുന്നോ അതോ ഒരു സൈക്കാട്രിക് കേസിൻ്റെ ഇന്നും നിർവചിക്കാനാവാത്ത ഭീകരമായൊരവസ്ഥ മാത്രമായിരുന്നു അതെന്ന്. വർഷം 2018. എൻ്റെ സൈക്കാട്രിക് കരിയറിൻ്റെ തുടക്കം കോയമ്പത്തൂരിലെ ഒരു പേരെടുത്ത ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ഞാനവിടെ സൈക്കാട്രിയിൽ അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്ത കാലം. വലിയ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ദിവസവും ഒട്ടനവധി കേസുകളായിരിക്കും വരുന്നത്. അതിൽ കൂടുതലും നോർമൽ സൈക്കാട്രിക് പ്രശ്നങ്ങളായി വരുന്ന ആളുകളായിരുന്നു. മെഡിസിൻ, മെഡിറ്റേഷൻ അങ്ങനെ നോർമൽ പ്രൊസീജിയേഴ്സ് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ മാറുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ജോയിൻ ചെയ്ത് ഒരു 3 മാസത്തെ കാലയളവിൽ ഒരു കേസ് എനിക്ക് വന്നു. ഒരു പെൺകുട്ടി, പേര് ഗീതു, വയസ്സ് 17. ഒരു നോർമൽ കേസായിട്ട് തന്നെയായിരുന്നു ഞാനതും കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം കുട്ടിയുടെ അമ്മയോട് സംസാരിച്ചു. എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രശ്നങ്ങളെന്ന് തിരക്കി. ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, സാർ, മോള് നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. കൂടാതെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അതുപോലെ എന്നോട് ഒരുപാട് നേരം സംസാരിക്കുന്ന കുട്ടിയായിരുന്നു. സ്കൂളിലെ വിശേഷങ്ങളും പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ക്ലാസ്സിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ അവൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ നാട്ടിലില്ല, ആൾ ഗൾഫിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത്. ഒരു 4-5 ദിവസമായി മോളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്തെന്നില്ലാത്ത ദേഷ്യം, ചില സമയങ്ങളിൽ നോട്ടം പോലും എനിക്ക് ഭയം തോന്നാറുണ്ട്. അതുപോലെ ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ 4 ദിവസങ്ങൾക്ക് മുന്നേ അവളുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കാൻ പോയി. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് നിന്ന് പോയത്. പക്ഷേ അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മൊത്തത്തിൽ മാറി. ഇതൊന്നും കൂടാതെ രാത്രി എണീറ്റ് നടക്കുക, വീടിൻ്റെ ഏതെങ്കിലും കോണിൽ പോയി നിന്നുകൊണ്ട് സംസാരിക്കുക, ആരോടും ഇല്ലാതെ സംസാരിക്കുകയാണ്. നമ്മൾ ചെന്ന് വിളിച്ചാലും അനക്കമുണ്ടാവില്ല. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വളരെ ഭയം തോന്നിപ്പോയി ഡോക്ടർ. ആദ്യം ഞാൻ കരുതിയത് പഠിത്തത്തിൻ്റെ പ്രഷർ കാരണം ഉണ്ടായ എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്നാണ്. ഞാൻ സ്കൂളിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ അവളുടെ ടീച്ചറും പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, ക്ലാസ്സുകൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നില്ല 3-4 ദിവസമായിട്ട്. പുറത്തോട്ട് നോക്കി നിശ്ചലമായ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരമില്ല. രൂക്ഷഭാവത്തോടെ നോക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം കൂടുതലായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതെല്ലാം ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചില സമയത്ത് അവൾ വളരെ നോർമലാണ്. സാധാരണ എന്നുള്ള രീതിയിൽ സംസാരിക്കും, ചിരിക്കും, കളിക്കും, എല്ലാമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളോട് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറുന്നു. അതാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് സാധാരണയായി കുട്ടികളിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പഠിത്തത്തിൻ്റെ ഭാരം കൂടുകയാണെന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലവും ഇതുപോലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ ഗീതുവിനെ കൗൺസിലിംഗ് നടത്തുന്നതിനായി എൻ്റെ റൂമിലേക്ക് വിളിച്ചു. വളരെ നോർമലായിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത്. നല്ല വ്യത്യാസമുള്ളൊരു പെൺകുട്ടി. പക്ഷേ ചില സമയങ്ങളിൽ സ്വഭാവത്തിലൊരു മന്ദത വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതുകൂടാതെ പറയുന്ന കാര്യങ്ങൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്നു. ഇതൊക്കെ പക്ഷേ കുട്ടികളിൽ ഇപ്പോൾ സാധാരണമായി കണ്ടുവരുന്നൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം മാത്രമായിട്ടാണ് എനിക്ക് അന്നേരം തോന്നിയത്. ഗീതുവിനോട് സംസാരിച്ച ശേഷം ഞാൻ കുട്ടിയുടെ അമ്മയെ കുറച്ച് നേരം കൂടി സംസാരിച്ചു. എന്നിട്ട് എൻ്റെ ഫൈൻഡിങ്സ് പറഞ്ഞു. ഒരു നോർമൽ സൈക്കാട്രിക് പ്രോബ്ലമായി കണ്ടാൽ മതി. ചെറിയൊരു മെഡിറ്റേഷൻ, അതുകൂടാതെ കുറച്ച് മരുന്നുകൾ ഞാൻ തരാം, അത് കൊടുക്കുക, മാറ്റമുണ്ടാവും. അതിനുശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞ് എന്നെ വീണ്ടും ഒന്ന് കാണുക, നമുക്കൊന്നുകൂടെ നോക്കാം. പക്ഷേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു വിടുമ്പോഴും അവരുടെ മുഖത്ത് ഭീതി എനിക്ക് കാണാമായിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി കാര്യങ്ങളെല്ലാം മാറി. 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ അമ്മ ഗീതുവുമായി വീണ്ടും വന്നു. പക്ഷേ ഇന്ന് ഞാൻ കാണുന്ന ഗീതു അന്ന് ഞാൻ കണ്ട ഗീതു ആയിരുന്നില്ല. വളരെയധികം ക്ഷീണിച്ചു, കണ്ണുകളിൽ ജീവനില്ലാത്ത പോലൊരു കുട്ടി. എന്തോ അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒട്ടും വൈകാതെ തന്നെ ഗീതുവിനെ അനലൈസ് ചെയ്യുന്നതിനായി കൗൺസിലിംഗ് മുറിയിലേക്ക് വരുത്തി. കൂടെ കുട്ടിയുടെ അമ്മയും ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞാൻ വളരെ നോർമലായി തന്നെ കുട്ടിയോട് ചോദിച്ചു, എന്തുണ്ട് ഗീതു, ഇപ്പോൾ എന്ത് വയ്യായിക്കാണ് ഗീതുവിന് തോന്നുന്നത്? അവൾ ഒരു പതിഞ്ഞ സ്വരത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾക്കിഷ്ടമല്ല. ഞാൻ ചോദിച്ചു,
ആർക്ക്? ഗീതു ഒരു ഉത്തരവുമില്ലാതെ എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നു, ഒരു നിസ്സംഗഭാവത്തോടെ. ഞാൻ വീണ്ടും ചോദിച്ചു, ആർക്കാ ഗീതു ഇഷ്ടമല്ലാത്തത്? അവൾ എന്നോട് പറഞ്ഞു, നീ ആരാ? എന്നെ എന്തിനാ അവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്? ആ ശബ്ദം അത് ഗീതുവിൻ്റെ അല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ സാധാരണമായുള്ള രീതിയിൽ മറുപടി പറഞ്ഞു, നമ്മൾ ഇതിനു മുന്നേയും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഗീതു മറന്നുപോയോ? അവളുടെ മറുപടി, നീ എന്തിനാ എന്നോട് സംസാരിക്കുന്നേ? എനിക്കവളെ വേണം. ഞങ്ങളെ വീട്ടിലേക്ക് വിടൂ. ആ ഉത്തരത്തിൽ എനിക്കൊരു പന്തികേട് തോന്നി. ഇതൊരു നോർമൽ സൈക്കാട്രിക് ഇഷ്യൂ അല്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. എങ്കിലും വളരെ സൗമ്യമായി ഞാൻ ഗീതുവിനോട് ചോദിച്ചു, ഗീതുവിൻ്റെ കൂടെ ആരെങ്കിലും ഉള്ളതായി തോന്നുന്നുണ്ടോ? വളരെ പെട്ടെന്നായിരുന്നു അവളുടെ മുഖഭാവം മാറിയത്. അലറിക്കൊണ്ട് അവൾ എൻ്റെ കോളറിൽ കയറി പിടിച്ചു. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററും കൂടി അവളുടെ കയ്യിൽ കയറി പിടിക്കുകയും അവളെ വിടിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഒരു വല്ലാത്ത ശക്തി അവളുടെ ശരീരത്തിൽ എനിക്ക് തോന്നി. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്ട്രീമായിട്ടുള്ള അവസ്ഥ. ഒരു തരത്തിൽ അവളുടെ കൈകൾ വിടിയിപ്പിച്ചു ഞങ്ങൾ ബെഡിലേക്ക് അവളെ കിടത്തി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുത്തു. അതുപോലത്തെ റിയാക്ഷനായിരുന്നു അവളിൽ നിന്ന് കണ്ടത്. കൂടാതെ ഞാൻ എൻ്റെ സീനിയറായ മഹേഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് മാത്രമായിരുന്നില്ല, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പാരാസൈക്കാട്രിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ ക്യാബിനിലേക്ക് വരികയും ഗീതുവിൻ്റെ അമ്മയുമായി സംസാരിക്കുകയും ചെയ്തു. അവർ എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ സാറിൻ്റെ അടുത്തും വിവരിച്ചു. സാർ സാവധാനം എല്ലാം കേട്ടു, മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്നൊരു ദിവസം നിങ്ങളിവിടെ നിൽക്കുക. നമുക്ക് ഗീതുവിന് ബോധം വരുമ്പോൾ ഒരു സെഷൻ കൂടി ചെയ്തു നോക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സാർ എന്നോട് പറഞ്ഞു, വിവേക്, എല്ലാം മനസ്സിൻ്റെ പ്രശ്നം മാത്രമായിരിക്കില്ല എപ്പോഴും, നമുക്ക് നോക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് സാധാരണമായി വരുന്നൊരു വാക്കല്ല എന്നെനിക്ക് തോന്നി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഗീതുവിന് ബോധം വന്നു. ഞാൻ സാറിനെ വിവരം അറിയിച്ചു. സാർ ഉടനെ തന്നെ കൺസൾട്ടൻ്റ് റൂമിലേക്ക് വന്നു. ഗീതുവിനെ അവിടെ ഒരു ചെയറിലിരുത്തി സാർ സംസാരിക്കാൻ തുടങ്ങി. ഗീതു, നല്ല ക്ഷീണമുണ്ടല്ലോ, എന്താ ഭക്ഷണം കഴിക്കാത്തത്? അവൾ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല. ഗീതുവിന് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, പറയൂ, എനിക്ക് സഹായിക്കാൻ കഴിയും ഗീതുവിനെ. ഗീതു ഒരു ദേഷ്യഭാവത്തോടെ സാറിനോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കുവാനില്ല. ഞങ്ങളെ എന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്? സാർ വളരെ സാവധാനത്തോടെ ഗീതുവിനോട് ചോദിച്ചു. ഗീതു ഒറ്റക്കല്ലേ ഇവിടെ ഇരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞങ്ങളെന്ന് പറയുന്നത്? ഗീതുവിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അവൾ വളരെ ഭീതിപ്പെടുത്തുന്നൊരു ഭാവത്തോടെ സാറിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഗീതു അല്ല. സാർ ചോദിച്ചു, പിന്നെ ആരാ? അത് നീ എന്തിനാ അറിയുന്നേ? എൻ്റെ കൈകൾ എന്തിനാണ് കെട്ടിയിരിക്കുന്നത്? കെട്ടഴിക്കടാ. ഒട്ടും സൗമ്യത വിടാതെ സാർ ഗീതുവിനോട് പറഞ്ഞു. ഗീതുവിന് എന്തോ വയ്യാഴിക ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സംസാരിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേര് ഗീതു എന്നല്ല, ഞാൻ വിമലയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല, എന്നെ അഴിച്ചുവിട്. ഡോക്ടർ ചോദിച്ചു. ഓക്കെ, വിമല എന്തിനാണ് ഗീതുവിനെ ഉപദ്രവിക്കുന്നത്? ഇത് ഗീതുവിൻ്റെ ശരീരമല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഒരു അലർച്ചയായിരുന്നു അവളിൽ നിന്ന് വന്നത്. ഇതെൻ്റെ ശരീരമാണ്, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? കൊന്നുകളയും നിന്നെ ഞാൻ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ റൂമിൻ്റെ അന്തരീക്ഷം മാറുന്നതുപോലെ എനിക്ക് തോന്നി. സാർ നിർത്താതെ വിമലയോട് ചോദിച്ചു, വിമലക്ക് എന്താ വേണ്ടത്? എന്നോട് പറ, എനിക്ക് സഹായിക്കാൻ പറ്റും. ചുവന്നു തുടുത്ത കണ്ണുകളുമായി അവൾ പറഞ്ഞു, കൊല്ലണം എനിക്ക്. എന്നെ വിഷം തന്നു കൊന്നിട്ടാണ് അവൻ അവിടെ താമസിക്കുന്നത്. അവനെ കൊല്ലാനാണ് ഞാൻ വന്നത്. സാറ് ചോദിച്ചു, ആരെ? എൻ്റെ ഭർത്താവിനെ. ഭർത്താവ് ഇപ്പോഴും ഉള്ളത് അവിടെ വീട്ടിൽ. സാറ് ചോദിച്ചു, വിമലയുടെ വീട് എവിടെയാണ്? അവൾ പറഞ്ഞു, കാപ്പിക്കട. അവൾ ആ പേര് പറയുമ്പോൾ ഗീതുവിൻ്റെ അമ്മയുടെ മുഖത്ത് ഒരു അത്ഭുതഭാവം ഞാൻ കണ്ടു. സാർ അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഈ ശരീരത്തിൽ എന്തിനാണ് കയറിയത്? അവൾ പറഞ്ഞു, ഞാൻ കയറിയതല്ല, ഇവൾ എന്നിലേക്ക് വന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ശരീരമാണ്. എൻ്റെ മാലയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അവിടെ നിന്നായിരുന്നു ഗീതുവിൻ്റെ കഥയുടെ ചുരുളുകൾ അഴിയാൻ തുടങ്ങിയത്. ഒട്ടും വൈകാതെ തന്നെ ഉറങ്ങുവാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുത്തിട്ട് സാർ ഗീതുവിൻ്റെ അമ്മയോടായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഗീതുവിൻ്റെ കഴുത്തിൽ എവിടെ നിന്നാണ് ഈ മാല വന്നത്? അവർ പറഞ്ഞു, അത് ഗീതു അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി വന്നപ്പോൾ അവളുടെ കഴുത്തിലുണ്ടായിരുന്നു. സാർ അപ്പോൾ തന്നെ എവിടെയാണ് ആ ഫ്രണ്ടിൻ്റെ വീടെന്ന് അന്വേഷിച്ചു. ആ കുട്ടിയുടെ അഡ്രസ്സ് വാങ്ങിയതിന് ശേഷം ഞാനും സാറും കൂടെ ഒട്ടും വൈകാതെ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ ചെന്ന് ഫ്രണ്ടിനെയും അവളുടെ മാതാപിതാക്കളെയും കണ്ടു. കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവരവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ വന്നിട്ട് വെറും 2 മാസമേ ആവുന്നുള്ളൂ എന്ന്.
ആ കുട്ടിയുമായി സാർ സംസാരിച്ചു. അവളോട് ചോദിച്ചു, ഗീതുവിൻ്റെ ഒരു മാല ഇവിടെ വന്നപ്പോൾ കൊടുത്തിരുന്നു എന്ന്. അവൾ പറഞ്ഞു, എൻ്റെ റൂമിലെ അലമാര തുറക്കാതെ വെച്ചിട്ടുണ്ടായി. അത് മുന്നേ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ആയിരുന്നു. അവൾ വന്നപ്പോൾ ഞങ്ങളത് തുറന്നു. അതിൽ നിന്നാണ് മാല കിട്ടിയത്. അത് ഗീതുവിനോട് എടുത്തോളാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ സാറിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അവളോട് അലമാര ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ അലമാര പരിശോധിച്ചു. അലമാരിൽ നിന്നൊരു ഫോട്ടോയും കിട്ടി. വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അത് പഴയ താമസക്കാരുടെ ആണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അതുമായി ഹോസ്പിറ്റലിലേക്ക് മടങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ ഗീതു നല്ല ഉറക്കത്തിലായിരുന്നു. ഇഞ്ചക്ഷൻ്റെ ഡോസ് മാറാനായിട്ട് ഏതാനും മണിക്കൂറുകൾ വേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഹോസ്പിറ്റലിലെത്തിയതും സാർ എന്നോട് പറഞ്ഞു, നമുക്ക് ഗീതുവുമായി ഒരു സ്ഥലം വരെയും പോകണം. ഞാൻ ചോദിച്ചു, എവിടെ? ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ഒരച്ഛനുണ്ട്, എൻ്റെ സുഹൃത്താണ്, ഒരു പാരാസൈക്കട്രി എക്സ്പേർട്ടും അതുപോലെ തന്നെ എക്സോസിസം ചെയ്യുന്നൊരു വ്യക്തിയുമാണ്. അച്ഛൻ്റെ സഹായം നമുക്ക് വേണ്ടി വരും. ഞങ്ങൾ ഗീതുവിനെയും അമ്മയെയും വണ്ടിയിൽ കയറ്റി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നതും അച്ഛൻ ഗീതുവിനെ കൗൺസിലിംഗ് റൂമിലേക്ക് കട്ടിലിൽ കിടത്തി കൈകൾ ബന്ധിച്ചു. എന്നിട്ട് ഞങ്ങൾ അവൾക്ക് ബോധം വരുന്നതിനായി കാത്തിരുന്നു. അതിനിടയിൽ സാർ അച്ഛനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായി. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഗീതു ഉണർന്നു. പക്ഷേ വളരെ വയലൻ്റായൊരു റിയാക്ഷനായിരുന്നു ഗീതുവിൽ നിന്നുണ്ടായത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക്, എന്നെ അഴിച്ചു വിടൂ. ഞാനും സാറും ഗീതുവിൻ്റെ അമ്മയും കൂടി ഗീതുവിൻ്റെ കൈകളിൽ ശക്തിയായി പിടിച്ചു അവളെ അവിടെ ചെയറിലിരുത്താൻ ശ്രമിച്ചു. പറയാതെ പറ്റില്ലല്ലോ, ഞങ്ങൾ 3 പേര് പിടിച്ചിട്ടും നിൽക്കാത്ത അത്ര ശക്തിയായിരുന്നു എനിക്ക് അവളിൽ അനുഭവപ്പെട്ടത്. ഒരു തരത്തിൽ ഞങ്ങൾ അവളെ പിടിച്ച് ചെയറിൽ ഇരുത്തി. അച്ഛൻ അവളുടെ കൈകൾ ബന്ധിച്ചു. അച്ഛൻ അവളോടായി ചോദിച്ചു, നീ എന്തിനാണ് നിൻ്റേതല്ലാത്തൊരു ശരീരത്തിൽ കയറി ഈ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇവൾ എൻ്റെയാണ്, നിനക്കെന്നെ അറിയില്ല. അച്ഛൻ സൗമ്യമായി പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം. നീ മരിച്ചവളാണ്, നിനക്ക് മറ്റൊരു ജീവൻ ഉപദ്രവിക്കാൻ അനുവാദമില്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവൾ അച്ഛനെ നേർക്ക് ആഞ്ഞു തുപ്പി. അച്ഛൻ അപ്പോൾ തന്നെ എണീറ്റ് അത് തുടച്ചു. എന്നിട്ട് അവളുടെ മുന്നിലിരുന്നു ഒരു പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി. ഇതെല്ലാം എനിക്ക് വളരെ പുതുമയുള്ളൊരു കാര്യമായിരുന്നു. അത്ഭുതത്തോടെ ഞാനിതെല്ലാം നോക്കി നിന്നു. അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയുമായിരുന്നു എനിക്കത്. അവളുടെ കഴുത്തുകൾ വലിയുന്നതും കണ്ണുകൾ തുറിച്ചു വരുന്നതും ഞാൻ കണ്ടു. അവൾ അവളുടേതല്ലാത്തൊരു ശബ്ദത്തിൽ അലറുകയായിരുന്നു. അച്ഛൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഹോളി വാട്ടർ അവൾക്ക് നേരെ തളിച്ചു. അവൾ ഭയാനകമായ രീതിയിൽ ശരീരം ഒടിഞ്ഞു വളഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അവളുടെ നാക്കുകൾ പുറത്തേക്ക് വളരെയധികം ചാടി നിന്നിരുന്നു. കൂടാതെ വളരെ ഒച്ചയിൽ തന്നെ അവൾ അച്ഛൻ അസഭ്യം പറയാനും തുടങ്ങി. അച്ഛൻ ഒച്ചത്തിൽ തന്നെ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരുന്നു. അവൾ മരണവെപ്രാളം കാണിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഇഴൽ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ശരീരമാണ്, ഞാൻ പോവില്ല എന്ന്. പക്ഷേ അച്ഛൻ ഇതൊന്നും നോക്കാതെ ഉച്ചത്തിൽ തന്നെ പ്രാർത്ഥന തുടർന്നു. കുറച്ചു നേരത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ അച്ഛൻ കയ്യിലിരുന്നൊരു കുരിശെടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ചു. അവൾ അലറി വിളിച്ചു. അതിനിടയിൽ തന്നെ അച്ഛൻ അവളുടെ കഴുത്തിലുള്ള മാലയിൽ പിടിച്ചു വലിച്ചു പൊട്ടിച്ചെടുത്തത്. ഒരലർച്ചയോടെ അവൾ ബോധരഹിതയായി. അച്ഛൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ അവളെ എടുത്ത് അവിടെയുണ്ടായിരുന്ന കട്ടിലിൽ കിടത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗീതുവിന് ബോധം വന്നു. അവൾ അമ്മയോട് ചോദിച്ചു, എന്തു പറ്റിയമ്മ, നമ്മൾ എന്താ ഇവിടെ? അമ്മ അവളോട് പറഞ്ഞു, ഒന്നുമില്ല മോളെ, മോൾക്ക് വയ്യായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുവാൻ വന്നതാണ്. അന്നേരം സമയം ഏകദേശം 11 മണിയായിരുന്നു. സാർ എന്നോട് പറഞ്ഞു, വിവേക്, ഇവരെ ഒന്ന് വീട്ടിലാക്കുക, എന്നിട്ട് തിരിച്ചു വന്നാൽ മതി നീ. ഞങ്ങൾ ഇറങ്ങുന്നേരം അച്ഛൻ ഗീതുവിൻ്റെ അടുത്ത് വന്നു. ഒരു പുഞ്ചിരിയോടെ ഒരു കൊന്തയുടെ മാല അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ അവരുമായി യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ ഞാൻ ഗീതുവിനോട് പറഞ്ഞു, നന്നായി പഠിക്കണം കേട്ടോ, എക്സാമൊക്കെ അടക്കാറായിരിക്കുമല്ലേ? അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ആം. ഞാനൊരു പുഞ്ചിരിയോടെ അവളോടായി പറഞ്ഞു. നടന്ന കാര്യങ്ങളൊക്കെ അമ്മ വിശദീകരിച്ചു തരും. ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവൾ എന്നെ നോക്കിയിരുന്നു. കുറച്ച് നേരങ്ങൾക്കപ്പുറം ഞങ്ങൾ ഗീതുവിൻ്റെ വീടിനവിടെ എത്തി. അവരെ വീട്ടിലാക്കി ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് മടങ്ങി. ഞാൻ പള്ളിയിലെത്തുമ്പോൾ സാർ അവിടെ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ സാറിനെയും കൂട്ടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ സാർ എന്നോട് പറഞ്ഞു, ശാസ്ത്രത്തിനും മനുഷ്യനും മനസ്സിലാക്കാനാവാത്ത ചില കാര്യങ്ങൾ ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. അതിനൊരു ഉദാഹരണം മാത്രമാണ് നീ ഇന്ന് കണ്ടത്. എൻ്റെ മെഡിക്കൽ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായൊരു അനുഭവമായിരുന്നു അത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പോലും അന്ന് ഞാൻ ഗീതുവിൻ്റെ മുഖത്ത് കണ്ട ഓരോ ഭയാനകമായ പാവങ്ങളും ഇപ്പോഴും എനിക്ക്
മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായി തന്നെ നിലനിൽക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ഹൊറർ സീരീസ്. ഇതുപോലുള്ള കൂടുതൽ കഥകൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.